ഫുട്ബോൾ താരം മെസ്സിയെ കേരളത്തിലെത്തിക്കാൻ മുൻ സർക്കാരിന്റെ കാലത്ത് നടന്ന ഇടപെടലുകളിൽ തട്ടിപ്പും ചട്ടലംഘനവും നടന്നിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തൽ. കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് നടന്നെന്ന വെളിപ്പെടുത്തലുമായി സർക്കാരിന്റെ അന്വേഷണ റിപ്പോർട്ട്. അർജന്റീന ഫുട്ബോൾ ഫെഡറേഷന് സ്പോൺസർ പണം അയച്ചതിന്റെയോ ടീം പണം കൈപ്പറ്റിയതിന്റെയോ രേഖകളൊന്നും അന്വേഷണത്തിൽ കണ്ടെത്താനായില്ല. 126 കോടി അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് കൊടുത്തതിന് രേഖയില്ലെന്ന് മാത്രമല്ല, സർക്കാരുമായി കരാർ ഒപ്പിട്ടതിനും തെളിവില്ല. ടെൻഡറില്ലാതെ സ്പോൺസറെ കണ്ടെത്തിയതിൽ വീഴ്ചയുണ്ടെന്നുമാണ് കണ്ടെത്തൽ. അർജന്റീന ടീമിനെ ക്ഷണിക്കാനെന്ന പേരിൽ മുൻ കായിക മന്ത്രി സ്പെയിൻ സന്ദർശിച്ചിരുന്നു. വിദേശ നാണയ ചട്ടലംഘനത്തിലും കള്ളപ്പണ ഇടപാടിലും അന്വേഷണം വേണമെന്ന് റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തതായാണ് വിവരം. 26 കോടിയുടെ GST വെട്ടിപ്പിൽ സർക്കാർ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അർജന്റീന താരം മെസ്സിയെ കേരളത്തിലെത്തിക്കാനുള്ള നീക്കം മുടങ്ങിയതിൽ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ടെന്ന് കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ്. ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നുവെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തിയതെന്നും മന്ത്രി ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. മെസ്സി വരാനുണ്ടായിരുന്ന സാഹചര്യം അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടുവരുമെന്നുണ്ടായിരുന്ന അന്നത്തെ ഗവൺമെൻറ് പ്രഖ്യാപനത്തിൽ നിന്നുപോയത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങളൊരു പരിശോധന നടത്തിയിരുന്നു. മാത്രമല്ല, മലപ്പുറത്തും ഉൾപ്പെടെ വലിയ ഫുട്ബോൾ പ്രേമികളായിട്ടുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ ചില പരിശോധനകൾ നടത്തണമെന്നുള്ള അന്വേഷണം നടത്തണമെന്നുള്ള ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി ഞങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോൾ സ്വാഭാവികമായിട്ട് ചില കാര്യങ്ങളിൽ കൂടുതലായ അന്വേഷണം ആവശ്യമാണെന്ന് തോന്നി. അതിൻ്റെ ഭാഗമായിട്ടാണ് സെക്രട്ടറിക്ക് അതൊരു നിർദ്ദേശം നൽകിയത്. അപ്പോൾ വകുപ്പിൻ്റെ കൈകളിൽ ലഭ്യമായിട്ടുള്ള ഫയലുകൾ പരിശോധിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ടാണ് സംസ്ഥാന ഗവൺമെൻറ്റിന് കൈമാറിയിട്ടുള്ളത്. നിലവിൽ നാട്ടിൽ നിലനിൽക്കുന്ന നിയമങ്ങളുണ്ടല്ലോ, ആ നിയമങ്ങൾക്ക് അനുസൃതമായി മാത്രമാണ് ഏത് അന്താരാഷ്ട്ര ടീമിനാണെങ്കിലും ഏത് അന്താരാഷ്ട്ര കളിക്കാർക്കാണെങ്കിലും രാജ്യത്തിനകത്തേക്ക് കടന്നു വരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിൽ പാലിക്കപ്പെടേണ്ടതായ ചട്ടങ്ങളും നിയമങ്ങളും എല്ലാം തന്നെ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളതിൽ പരിശോധിച്ചിട്ടുള്ളത്. ഏത് ഘട്ടത്തിൽ